ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു നാഷണൽ പാർക്കിനോട് അതിന്റെ ബോർഡറിനോട് വിട പറഞ്ഞ അടുത്ത നാഷണൽ പാർക്കിന്റെ ബോർഡറിൽ എപ്പം എത്താൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള എൻക്വയറി ആയിരുന്നു. അപ്പോൾ ബിയോണ്ട് ദ ബോർഡറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ബോർഡറുകൾ താണ്ടിയുള്ള യാത്ര, പല ബോർഡറുകൾ താണ്ടിയുള്ള യാത്ര മുന്നോട്ട് തന്നെ പോകുന്നു. അപ്പൊ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. പുതിയൊരു എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡാമിൽ ഒത്തിരി വെള്ളം ഉണ്ടല്ലോ, നിറഞ്ഞു കിടക്കുമെന്ന് തോന്നുന്നു. അതെ നിറഞ്ഞു കിടക്കും അല്ലേ, കുടുംബം പോലെ കിടക്കും അല്ലേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും അല്ലേ. ക്രാഡോക്ക് എന്ന് പറഞ്ഞ ടൗണിലേക്ക് നമ്മൾ സാധാരണ വലിയ ഒരു രാജ്യത്തെ വലിയ ടൗണുകളാണല്ലോ, പേരുകളാണല്ലോ നമ്മൾ കേൾക്കും. ജോനാസ്ബർഗ്, വിക്ടോറിയ, ഡർബൻ അങ്ങനെയല്ലേ. പക്ഷേ ഈ ട്രിപ്പിൽ അങ്ങനെയല്ല. ഈ ട്രിപ്പിൽ നമ്മൾ ചെറിയ ടൗണുകൾ എടുക്കുമ്പോൾ, പക്ഷേ ഇത് എന്നെ അത്ഭുതപ്പെടുത്തും കേട്ടോ. ഇത്രയും ചെറിയ ടൗൺ എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് എന്താ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് പറഞ്ഞാൽ ക്രാഡോക്ക് എന്ന് പറഞ്ഞ അടുത്ത ടൗണിലേക്കാണ്. ഇവിടുന്ന് ഇനി നമ്മൾ ആ ടൗൺ വിട്ട് കഴിഞ്ഞാൽ ആകെ കാണുന്ന നല്ല റോഡുകളും പിന്നെ നല്ല ഇങ്ങനെ ബോർഡുകളും പിന്നെ ഈ ഓവർലാൻഡിങ് വാഹനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഏതാണ്ട് ഒരു 200 കിലോമീറ്റർ കൂടെ. അപ്പം പിടിക്കല്ലേ കേട്ടോ. എന്താ രസം നോക്കിയാൽ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് സമ്മറിലല്ല ഇങ്ങനെ പുല്ലുകളിങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ സമ്മറിലാണ് ഇങ്ങനെ പച്ചപ്പ് ഉണ്ടാകുന്നത് കൂടുതലും. എന്നുവെച്ചാൽ വിൻ്ററിലെല്ലാം ഒരു ബ്രൗൺ കളറിൽ നിൽക്കും. തണുപ്പ് കൂടുതലായതുകൊണ്ട് ഒന്ന് വരണ്ടുണങ്ങി കിടക്കുന്ന പോലെ തോന്നും. അതേസമയം സമ്മറിൽ ഇടയ്ക്കിടയ്ക്ക് സമ്മർ മഴ കിട്ടുമ്പോൾ നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ കേട്ടോ, വൈഡ് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് നല്ല ഗ്രീൻ ആയിട്ട് നിൽക്കും. അപ്പം നമുക്കൊരു സൂത്തനിങ് എഫക്റ്റാണ് ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും. ഒരു സാധാരണ ഒരു ഡ്രൈനസ് തോന്നില്ല. ആഫ്രിക്കയുടെ ഒരു ഡ്രൈനസ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല നമുക്ക്. പക്ഷേ ഇത് എല്ലായിടത്തും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ. നമ്മളിനി പോകുന്ന മറ്റു രാജ്യങ്ങളിൽ കാലാവസ്ഥ വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ വരുമ്പോഴേക്കും ചിലപ്പം ഇതേ ഒരു ഇത് കിട്ടും, ഒരു കളർ കോമ്പിനേഷൻ ആയിരിക്കില്ല നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. കാരണം നമ്മുടെ പോകുന്ന റോഡല്ലേ അങ്ങോട്ട് കിടക്കുന്നത്, ആ കാണുന്നതല്ലേ ഏറ്റവും തന്നെ. അതായിരിക്കും ഒരു പാസ് അല്ലേ. ഇതാണ് ന്യൂ ബെർണീഷ. പക്ഷേ ഇതൊരു നല്ലൊരു ടൗൺ ആട്ടോ, സൂപ്പർ ഒരു ടൗണാണ്. ഇപ്രാവശ്യമല്ല, നമ്മൾ ഇനി അടുത്ത ഒരു പ്രാവശ്യം പോകണം. അതിനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായം കേട്ടിട്ടുള്ള ഒരു സ്മോൾ ഇങ്ങനെ ഒരു യുണീക്കായിട്ടുള്ള ഒരു ടൗണാണ് കേട്ടിട്ടുള്ളത്. ഒരു പ്രാവശ്യം പോകണം. നമുക്ക് ഒരു ക്യാമ്പർ വാൻ എടുക്കാം. പക്ഷേ ക്യാമ്പർ വാൻ എടുക്കാത്തതിന് എടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 4x4 ട്രയൽസ് പോകാൻ പറ്റും അല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടയോട്ട ഹൈലക്സ് ആണ് കറക്റ്റ് ആഫ്രിക്കയ്ക്ക് പറ്റിയ വണ്ടി. ഒന്നെങ്കിൽ ലാൻഡ് ക്രൂസർ അല്ലെങ്കിൽ ടയോട്ട ഹൈലക്സ്. ഈ മെയിൻ റോഡുകളല്ല ഇതുകൊണ്ട്. ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് കാണുന്നത് അവിടെ പാർക്കിംഗ് റെസ്റ്റ് ഏരിയാസ് ആണ്. ഞാൻ വിചാരിച്ചു ഒരിക്കലും ഇന്നർ റൂട്ടുകളിൽ വരുമ്പോഴേ ഡാർലിംഗ് അല്ലേ ഇവിടെ ഇങ്ങനെ ഇത്രയും നല്ല പിന്നെ അത്രയും മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കില്ല. അവൻ്റെ വണ്ടിക്ക് പാർക്കിംഗ് സ്പോട്ടുകളൊക്കെ വെക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. റോഡ് മൊത്തത്തിൽ കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നമ്മൾ 2ാമത്തെ പ്രൊവിൻസിലാണ് വന്നിടത്തോളം നമ്മൾ ഓഫ് റോഡ് നമ്മളായിട്ട് തിരഞ്ഞെടുത്ത് പോയടുത്തൊക്കെയാണ് റോഡ് മോശം. അല്ലാതെ ഈ ജനറൽ മെയിൻ റോഡുകളൊക്കെ നല്ല സൂപ്പർ റോഡുകൾ, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. ഇതാണോ അച്ഛൻ പറഞ്ഞ ആദ്യത്തെ പാസ് രണ്ടെണ്ണമുള്ളത്? എനിക്ക് ഞാൻ താഴെ ഒരു ബോർഡ് കണ്ട പോലെ തോന്നി, പാസ്സാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ഏതാണ്ടോ മറ്റേ സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്തിട്ട് കല്ല് വീഴാതെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആയിരിക്കും ഇത് ഒരെണ്ണം ഇതായിരിക്കണം കേട്ടോ. പക്ഷേ ശരിയാ, കയറി മല മുകളിലോട്ടാണ്. പക്ഷെ നല്ല റോഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം സ്വാട്ട്ബർഗ് പാസ്സൊക്കെ കണ്ടെടുത്ത് വന്നിട്ട് നമുക്ക് ഇതുവെല്ലാം പാസ്സാണോ അല്ലേ. ഇത് കുറച്ച് നേരം അതിലൊക്കെ കയറാൻ തുടങ്ങിയിട്ടല്ലേ, കഴിയുന്നില്ല. പക്ഷെ നല്ല ഇങ്ങനെ മെല്ലെ കയറണ്ട, നമ്മൾ അറിയാതെ ഇങ്ങനെ ടോപ്പിലോട്ട് എത്തി അല്ലേ. സ്പീഡ് കുറയ്ക്കേണ്ടി വരും. ക്രാഡോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകേണ്ടത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ബോർഡ് കണ്ട ന്യൂ, അവിടെ നമുക്കറിയാം പഴയ ബോർഡ് മായിച്ചിട്ട് പുതിയ പേര് എഴുതിയേക്കാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള ഈ പ്രൊവിൻസിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതെ കോളനൈസേഷൻ്റെ ടൈമിലാണ് ഇവിടെ പല സ്ഥലങ്ങൾക്കും പേരുകളിട്ടത്. എക്സാമ്പിൾ ഈസ്റ്റ് ലണ്ടൻ, പോർട്ട് എലിസബത്ത്, പ്രിൻസ് ആൽബർട്ട്, എല്ലാം തന്നെ ഒരു ഇംഗ്ലീഷ് നെയിമാണ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് സ്ഥലങ്ങളുടെ പേരുകളൊക്കെ മാറ്റുകയാണ്. അപ്പം ഇതിപ്പോൾ അതുപോലത്തെ സ്വിച്ചിങ്, അതായത് നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യയിലും സംഭവിക്കാറുണ്ടല്ലോ. ശരിക്കും പല സ്ഥലങ്ങളിൽ ഹൈദരാബാദിൻ്റെ പേര് അങ്ങനെയാക്കണം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ വിവാദങ്ങൾ. അത് ഞാനതിനെ കാണുന്ന പൊളിറ്റിക്കൽ സ്റ്റണ്ടായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. അതിൻ്റെ വരുന്ന ചെലവിനെ കുറിച്ചൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഗൂഗിൾ മാപ്പ്
ഗവൺമെന്റിന്റെ തീരുമാനങ്ങളായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്ന അതിന്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡ് ആരും ഇവര് കാണുന്നില്ല. എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഡിസ്ട്രിക്റ്റിലെ ഒരു മുനിസിപ്പാലിറ്റിയിലെ ബില്ലടക്കം എല്ലാത്തിൻ്റെ അകത്തും ഈ പേര് ചേഞ്ച് വരുത്തുന്നതോടുകൂടി എന്തോ ഒരു ചെലവ് അതിനു വേണ്ടി വരുന്നത്. ഇപ്പൊ എന്തോ ഹിസ്റ്ററി ഈസ് ഹിസ്റ്ററി. നമുക്കിപ്പോൾ ആരിവിടെ വന്ന് നമുക്കത് തുടച്ച് കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് അവിടെ കിടന്നോട്ടെ, അത് കിടന്നുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ അതേ നമുക്കത് പറയാം, അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഹിസ്റ്ററി, നമ്മളിതൊക്കെ ഇതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാം. അതിനുശേഷം ആ സ്ഥലം മാറ്റുന്നതിന് പകരം കൂടെ വേറെ എന്തെങ്കിലും നമ്മുടെ ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അഭിമാനം കൊടുക്കുന്ന ദേശസ്നേഹം വരുത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെക്കുവാണെങ്കിൽ അടിപൊളിയാവും. അത് പറയുന്നതിനിടയ്ക്ക് നമ്മുടെ മുമ്പിലോട്ട് വരുന്ന കാഴ്ചകളാണ് എന്തോ സ്ഥലത്തിൻ്റെ പേര് എന്തോ ആവട്ടെ, പക്ഷെ വിഷ്വലിന് നേച്ചർ ബ്യൂട്ടിക്കും ഈ രാജ്യത്തിന് ഒരു പഞ്ഞമില്ല കേട്ടോ. ചാർലി എഗ്രി ചെയ്യുന്നുണ്ടോ? അതന്നെ നമ്മളിവിടെ തന്നെ നിൽക്കുന്നത് അല്ലേ. ഇവിടെയാണെങ്കിൽ കുറച്ചിങ്ങനെ റിലാക്സ് ആയിട്ട് സ്ഥലങ്ങൾ കാണാൻ, ഒത്തിരി സ്ഥലങ്ങൾ പോയി കാണാനുള്ള സ്ഥലങ്ങളും കാഴ്ചകളുണ്ട് അല്ലേ. സൗത്ത് ആഫ്രിക്കയുടെ ബ്യൂട്ടി അവർക്ക് കിട്ടുന്നില്ല, ഗ്രീനറി ഇല്ല എന്നൊക്കെയല്ലേ പറയുന്നത്. അതെ, മറ്റു രാജ്യങ്ങളിലേക്ക് പോയ ആൾക്കാരൊക്കെ ഓസ്ട്രേലിയക്കോ അല്ലെങ്കിൽ UK പോയാൽ അവർക്ക് UK കൂടുതലും വിന്റർ ലോങ് ആണല്ലോ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ ഞാൻ അവരെ പരിചയപ്പെട്ട ആൾക്കാർ സ്വിറ്റ്സർലാൻഡ് ഒരു വർഷത്തേക്കാണ് അവർ സദേൺ ആഫ്രിക്ക എക്സ്പ്ലോർ ചെയ്യുന്നത്, ഒരു വർഷത്തേക്ക്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഞാൻ 3 രാജ്യങ്ങൾ ചെയ്യാൻ പോവാം, അപ്പോൾ ഞാൻ എത്ര മാസമോ? ഞാൻ പറഞ്ഞു എനിക്ക് അധികം ദിവസങ്ങളില്ല, ഒരു മാസത്തിനുള്ളിൽ എന്നാണെങ്കിലും ഒരു മാസം പോലും ഞാൻ എടുക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറയാം 3 രാജ്യം ഒരു മാസം കൊണ്ടോ, നീ ഒരു ദിവസം എത്ര ട്രാവൽ ചെയ്യും? പക്ഷെ നമ്മൾ ഒരു ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് ഫൈനാൻഷ്യൽ സൈഡൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അത് പറയുമ്പോഴായിരിക്കും നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഈ വണ്ടി ഇവിടെ റെൻ്റ് ഔട്ട് ഓപ്ഷൻ എങ്ങനെയാണെന്നുള്ള ഇത് നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ വണ്ടി റെൻ്റ് ഔട്ട് ഓപ്ഷൻ നോക്കിയത് എന്ന്. എൻ്റെ പഴയ ഹൈലക്സ് ഞാൻ കൊടുത്തു. അതിനുശേഷം എനിക്ക് ഗസ്റ്റ് വരാറുണ്ട് നാട്ടിൽ, ബിയോണ്ട് ദ ബോർഡറിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്നൊക്കെ ഗസ്റ്റ് വരാറുണ്ട്, യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരാറുണ്ട്. അവരൊക്കെ ഇവിടെ ആവും, സൗത്ത് ആഫ്രിക്ക ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരാളുണ്ടെങ്കിൽ പോകാൻ കംഫർട്ടബിളായിട്ടും സേഫായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടേക്ക് കാണിക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ കൊണ്ടുപോകാനുള്ള കംഫർട്ടിന് വേണ്ടിയാണ് വാൻ ടൈപ്പ് വണ്ടി മേടിച്ചത്. അതിനകത്താകുമ്പോൾ അവർക്ക് നല്ല കംഫർട്ടബിളായി ഹൈ പൊസിഷനിൽ ഇരുന്ന് പോകാൻ പറ്റും. അങ്ങനെ ഞാൻ ഹൈലക്സ് കൊടുത്തു, എന്നിട്ടാണ് ഇത് ഞാൻ മേടിച്ചത്. അടുത്ത പാസ് അല്ലേ. എനിക്ക് ഞാൻ ടെൻറ്റ് ഉണ്ടാക്കണം 4 പേർക്ക്. ഞാൻ എൻ്റെ പഴയ ഹൈലക്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് പറ്റുള്ളൂ. ഞങ്ങൾ കേപ്പ് ടുഗെദർ കൊണ്ടുപോയ ടെൻറ്റ് 2 പേർക്കേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. 4 പേരുള്ളപ്പോൾ ഞാൻ റെൻ്റ് ഔട്ട് ഓപ്ഷനാണ്. അത് പുതിയ ടെൻറ്റ് മേടിക്കാൻ പോകുന്നത്, അതിനും കുറേ എക്സ്പെൻസ് വരുന്നുണ്ട്. ഒരു നല്ലൊരു ടെൻറ്റ് മേടിക്കണമെങ്കിൽ എന്നാണെങ്കിൽ 1.5 ലക്ഷം രൂപയൊക്കെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വണ്ടി റെൻ്റ് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പെർ ഡേ ഇതിന് ഏകദേശം ഇപ്പോൾ നമുക്ക് ഒരു റെൻറ്റ് വരുന്നത് ഒരു 15,000 ഇന്ത്യൻ റുപ്പി. പിന്നെ അത് കൂടാതെ അതിൻ്റെ ഇൻഷുറൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു 20,000 രൂപ കൂട്ടിക്കോ. പിന്നെ നമ്മൾ ഫ്യൂൽ അടിക്കണം. അത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ട്രിപ്പിന് എനിക്ക് ആൾക്കാർ ചോദിച്ചായിരുന്നു, നമീബിയ ബോട്സ്വാന പോകാൻ വേണ്ടി നമുക്ക് പറ്റുമോ? മണ്ണിലും പൊടിയിലും ഒക്കെ കിടക്കാൻ റെഡിയാണെങ്കിൽ പറഞ്ഞോ, നമുക്ക് ഈ ഫാമിലിനൊക്കെ എടുത്ത് കളഞ്ഞ് നമുക്ക് പോയേക്കാം. അതാണെങ്കിൽ നമുക്ക് കുറേ കൂടെ അഡ്വഞ്ചർ, അത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ആ യൂറോപ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ യൂറോപ്യൻസിന് മാത്രമല്ല, ഇന്ത്യക്കാർക്ക് എന്താ ചെയ്യാൻ പറ്റിയത്? നമ്മുടെ ചുരുങ്ങിയ സാഹചര്യം വെച്ച് സാധ്യത വെച്ച് നമ്മൾ ചെയ്യുന്നില്ല അല്ലേ ഡാർലി? കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ കുറച്ച് സമയം നമുക്ക് ഒത്തിരി പോകും. അതെ ശരിയാണ്. അവർക്ക് ഇതുപോലെ ചില സാഹചര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതെ, നമുക്ക് ഒത്തിരി പുഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് അസുഖം, കാറ്റ്, പൊടിയൊക്കെ വരുമ്പോഴത്തേക്ക് ജലദോഷം, പനി ഇങ്ങനെയൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഇല്ല, കുറച്ച് പേർക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് പറയുമ്പോഴേക്കും അടുത്ത പാസ് എത്തി കേട്ടോ. ഞങ്ങൾ ഇതിന് പുറത്ത് ഞങ്ങളുടെ കഥ എന്ത് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കഥ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് വരുമ്പോഴേക്കും അടുത്ത പാസ് എത്തി. പാസ് കഴിയുമ്പോഴേക്കും അടുത്ത ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ ഓരോ പാസ് കടന്നു പോകുമ്പോഴും അതിന് പുറത്ത് നല്ല ബ്യൂട്ടിഫുൾ പോയിരുന്നു. ഞങ്ങൾ ഓരോ നല്ല കാഴ്ചകൾ കവർ ചെയ്താൽ പുതിയ പാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയോ, ഇതുണ്ടോ നമ്മൾ പോകുന്ന വഴിക്ക് മാൻ്റെ കൂട്ടങ്ങളെ. ശരിക്കും ഇത് വളർത്തുന്ന മാനായിരിക്കും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഫാമിങ് പോലെ നടത്തുന്ന മാനുകൾ. പക്ഷെ ഞങ്ങൾ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ അടുത്ത് ഒരു പേടിയില്ല. പക്ഷെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നമ്മുടെ ഡിസ്റ്റൻസിലേക്ക് ഓടി മറിയുക. അല്ലേ, നല്ല ക്യൂട്ട് മാനുകൾ. വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും നിന്നു. ബാക്കി ഇപ്പോൾ മാനെയും മയിലിനെയൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാം. മയിലിനെ കണ്ടില്ല,
അതാണ്ടാ വീണ്ടും മാൻ കണ്ട സീൻ അവിടെ നിൽക്കുന്നുണ്ടോടാ. അതാ നിൽക്കുന്നത് കുറേ എന്തോ അല്ല ആടിനെ പോലെയാ മാൻ നിൽക്കുന്നുണ്ടടാ. അതാ ഓടുന്നുണ്ട്, എല്ലാം ഓടുക. ഒത്തിരി ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് ഈ പറഞ്ഞ പോലെ ഇത് പ്രൈവറ്റ് ഫാമുകൾ വളർത്തുന്ന മാനുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം സിയാനെ നിനക്ക് ആവശ്യത്തിന് പിന്നെ ആനിമലിനെ കിട്ടിയില്ല. ഇനി നീ കംപ്ലൈന്റ് പറയല്ലോ അല്ലേ? എന്നടാ പുതിയ കംപ്ലൈന്റ് എന്നടാ? ഇതാടാ നോക്കടാ, ഇഷ്ടംപടിയുണ്ടടാ. ഇവിടെയൊക്കെ ഇഷ്ടംപടിയുണ്ട്. ഇതാ മോർ അവിടെയൊക്കെ ഇഷ്ടംപടിയുണ്ട്. റോഡിന്റെ സൈഡിൽ ഓടി ഇഷ്ടംപടിയുണ്ട്. നീ കാണുന്നുണ്ടോ? സ്റ്റീലാ? ആ നീ കൊള്ളാലോടാ. നീ വണ്ടി പറ നീ പണിയുണ്ടാക്കും. എന്നെ പിടിച്ച് ജയിലിടുന്നത്. നിനക്ക് ആനിമൽ സ്നേഹം കൂടി നീ വീട്ടിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണോ ആലോചിക്കുന്നത്? എന്തിനാടാ? എന്നിട്ട് നീ എന്നാ ഫുഡ് കൊടുക്കുന്നത്? ആനിമൽ ഫുഡാ? അവർക്ക് ഫോറസ്റ്റ് വേണ്ട, അവർക്ക് ഇതുണ്ട് ഇതുപോലെ വൈൽഡ് ഓപ്പൺ ലാൻഡ് വേണം. അത് വേറെ ആനിമൽസ് ഉണ്ട് കേട്ടോ, വേറെ വലുതും ഉണ്ട്, മാൻ മാത്രമല്ല സഞ്ച കേട്ടോ. അപ്പം നമ്മൾ ഇതിനൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ആ മഞ്ഞയും വെള്ളയൊക്കെ ഡിസൈനുള്ള മാനാണ്. അതുകൊണ്ട് തന്നെ ഈ വൈകുന്നേരത്തെ സണ്ണ് ഇങ്ങനെ വീഴുമ്പോൾ ഒത്തിരി ദൂരെയാണെങ്കിലും അവനിക്ക് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എൻട്രൻസിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ. No, V2. No, kids are young. Adult, 2 adults. So, okay, no worries, man. Is it difficult to get into the accommodation? No, No. it's not that hard. You will show me you will give a map, no? It's That's there. the map. Okay. Okay. Let me go around. Okay. So, why is there another check-in? No. No. Now, here we're just doing the paperwork. Yes. Here you will present the forms. Oh, okay. Then they will allocate you according to your booking. Are you camping or you are in the cottage? I'm in the cottage. Then you will get your keys there. Keys They there. will give you a key number and then you will take it from The there. cottage is more or less where? No, everything everything in is that there by gate, the rest fence- camp. fence- Fenced fenced like time. this, yes. Okay. And then we have only one gate. Okay. You will go in here and come back here. It's basically they're like a Kruger setup. Kruger National Park setup, like a fenced Yes, it's accommodation. fenced. The lions are not gonna eat you if you are scared. Yeah. I think I'm not big enough for that. Okay, these are the animals we can see. This is all the animals we have inside. Okay. Then you will play the game. Okay, yeah. Yeah. Sanjay, pray for. Okay, pray for safety. No, not for safety. What's the time? 18 hours. Okay, number of people 4. Okay, perfect. You can go in. Thank you very much. Okay, perfect. See you tomorrow morning. Thank you. Bye-bye. Bye bye. ഓക്കെ, ഞാൻ എന്നത്തിനെ കണ്ടെന്ന് പറയാം. സീബ്രനെ കണ്ടു. പിന്നെ അതിൻ്റെ ആനിമൽസിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ സൻസ്യ. ഓക്കെ, ഓസ്ട്രിച്ചിനെ കണ്ടു, സ്പ്രിംഗ് ബോക്കിനെ കണ്ടു. ബൈ. പക്ഷേ സൺ അവിടെ നിന്നായതുകൊണ്ട് നമുക്കത് വിഷ്വലിറ്റി കാണുന്നില്ല. നമുക്ക് ബാക്കി നാളെ കാണാം കേട്ടോ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം ഇതാണ്, നമ്മുടെ ആഫ്രിക്കൻ സൺസെറ്റ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ആനിമൽസ് നടക്കുന്നത്. നമുക്ക് ഇതാ ആഫ്രിക്കൻ സൺസെറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനിമൽസിനെ കൂടുതലും ഈ സൈഡിൽ നോക്കാൻ ശ്രമിക്കും കേട്ടോ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. എന്നാലും വിഷ്വലി നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇങ്ങോട്ട് സണ്ണയിലോട്ട് നോക്കുമ്പോൾ പാടാണ്. ഗ്ലാസ് കയറ്റിക്കോ. ഇതെല്ലാം സഫാരി കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ്. ഡേ സഫാരി കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ് ഇതെല്ലാം. ഇഷ്ടംപടിയുണ്ട്. ഇതാ ഇതെന്നാ സഞ്ജയ്, ഒരു വൈൽഡ് ബീച്ച് ആണോ? ഹോഴ്സ് പോലെ ഇരിക്കുന്നതാണ്. ശരി, അത് കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നത്. ഷേപ്പ് വൈസ് ബട്ട് ഇറ്റ്സ് ലുക്ക് ലൈൻ ഉണ്ടെങ്കിൽ അവരങ്ങനെ നിൽക്കരുത്. They know they are in scared, they are. സീബ്രനെ കണ്ടോ? സീബ്ര
ത്രീയില്ല കേട്ടോ, അത് പുറത്തുനിന്ന് ഉള്ളിലോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് തരാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ റിസപ്ഷനിലേക്ക് വരട്ടെ. ഇവിടെ വേറൊരു കാര്യം കണ്ടോ, ശ്രദ്ധിച്ചോ? ഇവിടെ ഫ്യൂൽ സ്റ്റേഷനും ഉണ്ട്. അതൊരു നല്ല കാര്യം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ആൾക്കാർ സ്റ്റോപ്പ് എടുക്കുന്ന സ്ഥലമാണല്ലോ ഇവിടെ. നമുക്ക് നാളെ രാവിലെ 6 മണിക്ക് എണീക്കുകയാണെങ്കിൽ രാവിലെ സഫാരി ചെയ്യാം. കാട്ടിക്കോട്ടെ പറ്റുമോ? 6 o'clock എണീക്കണം അല്ലേ ചെയ്യാൻ? Sorry, funny. Normal, yeah. Fine, yeah. I know, I just select randomly, I didn't really go through that. This is the map of the race camp. You came in from the gate. Yeah. Now the main and the race camp gate closes at 7. Okay. But in the morning you can drive in the park from 6. 6 a.m. Yeah. Okay. So all the hours you calculated from the reception? I do. I calculated from the reception. Okay. If you go that way, okay. Perfect. See again, നമുക്ക് ഇതിൻ്റെ ട്രയൽസും എന്തൊക്കെ ആക്ടിവിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മൾ സ്റ്റേ അക്കോമഡേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ. Okay. It shows us what we will find in each area. Cool. ഒരു കാര്യം ഞാൻ പറയണം, ഇവിടുത്തെ നാഷണൽ പാർക്കുകൾ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഈവൻ ഗവൺമെൻറ് സെക്ടർ ആണെങ്കിലും. അത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു മലയാളി ചേട്ടനെ ഓർക്കുവാണ്. നമ്മുടെ ഒരു മലയാളി ഒരു വർഗീസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, മലയാളിയാണ്. പുള്ളിയായിരുന്നു ഈ കുറേ പാർക്കുകളൊക്കെ പിന്നെ ഓപ്പറേറ്റ് ചെയ്യുകയും പുതിയ പുതിയ ഗെയിം പാർക്കുകളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്. അത് പുള്ളി എൻ്റെ സുഹൃത്താണ്. അപ്പം പുള്ളി എനിക്ക് നാഷണൽ പാർക്കുകളെക്കുറിച്ചും സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഗൈഡൻസ് ഒക്കെ തരുന്ന ഒരാളാണ്. അവരെ ഓർക്കുകയാണ്. അവരുടെയൊക്കെ ഹാർഡ് വർക്കിംഗ് കൂടിയാണ് ഈ പറയുന്ന. ഇത്രയും വെള്ളക്കാരാണോ ആരാണോ ഉണ്ടാക്കിയതാണെങ്കിലും ഈ പാർക്കുകളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നതിൽ നമ്മുടെ മലയാളികളുടെ പങ്കുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് കയറി ആഫ്റ്റർ ഒത്തിരി ദിവസത്തിന് ശേഷം അല്ലേ ക്യാമ്പിൽ നിന്നൊരു മോചനം, ടെൻറ്റ് ലൈഫിൽ നിന്നൊരു മോചനം അല്ലേ? ഇന്നൊരു ദിവസത്തേക്ക് ഇന്നല്ല 2 ദിവസത്തേക്ക് ടെൻറ്റ് മൈക്രോ. അതല്ലേ, നിങ്ങൾക്ക് മൈക്രോവേവ് ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത ജീവിതം നമുക്ക് ബുദ്ധിമുട്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് റിസപ്ഷൻ. അതിൻ്റെ ഒരു ഇവിടെ ഒരു ബാൽക്കണി ഉണ്ടെന്ന് തോന്നുന്നല്ലേ സംശയ? ബാൽക്കണി ഉണ്ട്. അത് ഇവിടെ വേണേൽ തുണി ഉണങ്ങാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ അത്യാവശ്യം എല്ലാ അടുക്കള കിച്ചണറീസും എല്ലാം ഉണ്ട്. കിച്ചൺ കട്ട്ലറോ ഓക്കെ വെയിറ്റ് ഫോർ മീ. അപ്പോൾ ഞങ്ങൾ ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു സിയാൻ ഓക്കെ ട്വിൻ ഷെയറിങ്. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് പേരൻസ് റൂമുണ്ട്. ഇവിടെയും നമുക്ക് പുറത്തോട്ട് കുറച്ച് ഓപ്പണിംഗ് ഉണ്ട്. വെയിറ്റ് ഓപ്പൺ ചെയ്യണ്ട. അവിടെ നമുക്കൊരു ബാൽക്കണി ഉണ്ട്. നമ്മൾ ബാൽക്കണി ഏരിയ ആണ്, കുഴപ്പമില്ലടാ. ഓക്കെ, ഇവിടെ ബ്രൈയും ബ്രൈ ഗ്രില്ലും ഉണ്ട്, ബാൽക്കണി ഏരിയ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ സെറ്റപ്പ് ആണെങ്കിൽ അത് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കേട്ടോ. അത് നല്ലതാണ്. ടവലൊക്കെ ഉണ്ടാവും, വൈറ്റ് ക്ലിയർ കട്ട് ടവൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാര്യത്തിൽ. ഇവൻ ടോയ്ലറ്റ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല 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 സ്പേഷ്യസ് ആണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് റിലാക്സ് ആക്കാം അല്ലേ? അമ്മ എന്തി? അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളും വൈകുന്നേരത്തെ സപ്പറും പരിപാടിയൊക്കെ ആയിട്ട് കാണാം. അപ്പം ഇന്ന് ഇവിടെ നമുക്ക് ഇവിടുത്തെ സംഭവങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും റൂട്ട് മാപ്പുകളൊക്കെയുള്ള നല്ല ഒരു സഫാരികൾ, ഇവിടെ വേണമെങ്കിൽ ഇവിടെ പിക്നിക് ടൂറ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ കഞ്ഞിയും ചെറുപയറും ആക്കുവാണേ. ഞാൻ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ദിവസമായിട്ട് നമ്മുടെ നോൺ വെജ് ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഞങ്ങളൊന്ന് കുളിച്ച് എല്ലാവരും ഒന്ന് ഫ്രഷായി. പിന്നെ കുറച്ച് പപ്പടം, അച്ചാറ്. അച്ചയ്ക്കും അമ്മയ്ക്കും മതിയോ? നിങ്ങൾക്ക് അച്ചാർ വേണ്ടേ? ആപ്പിളിൻ്റെ അച്ചാറടി നിങ്ങളൊക്കെ അവൻ ഉറക്കം വരാൻ തുടങ്ങി അല്ലേ? പപ്പടം അവിടെ നാളേക്ക് പോകും. ഒരു പപ്പടം താടി വെക്കാണ്, പൊട്ടിക്കുന്നില്ല.
അല്ലേ ഞങ്ങൾ ഇടയ്ക്ക് അല്ലേ നമ്മൾ ഇടയ്ക്ക് വാങ്ങി വെക്കാറില്ലേ ഓക്കെ. അപ്പം ഇന്നിപ്പോൾ ക്യാമ്പിങ്ങിൻ്റെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ പെട്ടെന്ന് സാധാരണ ഈ റൂമും പരിപാടിയൊക്കെയാണ്. അപ്പം സഞ്ജ നമുക്ക് ബൈ പറഞ്ഞാലോ, കിടക്കാൻ പോലെ രാവിലെ എണീറ്റ് വിടുവല്ലേ. അപ്പം നാളെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ അടുത്ത് കുറച്ച് അട്രാക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ കണ്ടതിന് ശേഷമാണ് അല്ലേ രാവിലെ തന്നെ നമുക്ക് ഒരു സഫാരിക്ക് പോവാം. ആഫ്രിക്കയല്ലേ രാവിലെ അതിരാവിലെ സഫാരി. സിയാനെ അവർക്ക് നിന്റെ അവന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ സഫാരി ഒന്നും പ്ലാൻ ഇല്ലായിരുന്നു, ഇവിടെ സ്റ്റേ മാത്രമേ പ്ലാൻ ഉള്ളൂ. പക്ഷേ അവൻ ആനിമൽസ് ഇവരുടെ എക്സൈറ്റ്മെന്റ് വൈകുന്നേരം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏർലി മോർണിംഗ് ഒരു സഫാരി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അത് മാത്രമല്ല നാളെ ഒത്തിരി ഡ്രൈവ് ഉള്ള ഒരു ദിവസമാണ്. പക്ഷേ അപ്പം ഒരു സഫാരി ഇത്ര ആഗ്രഹിച്ചിട്ട് ഇവർക്ക് സഫാരി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഏർലി മോർണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ട് ഒരു പ്രൈവറ്റ് സഫാരി, പ്രൈവറ്റ് അല്ല നമുക്ക് നമ്മുടെ സെൽഫ് ഡ്രൈവ് സഫാരിയൊക്കെ എടുത്ത് നാളത്തെ എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവരോടും സഞ്ജ Bye for Beyond Borders. Yes. Bye. Bye.